ഹെൽത്ത് ഇൻഷുറൻസിൽ GST ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറയുന്നു എന്ന് മാത്രമല്ല, ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത കൂടി വർദ്ധിച്ചു വരുന്നു തന്നെയാണ്. ഏത് മേഖലയ്ക്കാണോ ഏത് സെക്ടറിനാണോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നേരിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നത്, തീർച്ചയായിട്ടും ആ മേഖല ആ സെക്ടർ നല്ല വളർച്ച കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ റെയിൽവേയുടെ സ്റ്റോക്കുകളായാലും റിന്യൂവബിൾ എനർജിയുടെ സ്റ്റോക്കുകളായാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡിഫൻസിൻ്റെ സ്റ്റോക്കുകൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ് സപ്പോർട്ട് വന്നതും ബഡ്ജറ്റിൽ പ്രത്യേകം കരുതൽ വന്നതും കൂടി ഈ സ്റ്റോക്കുകളൊക്കെ കണ്ടമാനം വളർന്നു കഴിഞ്ഞിരുന്നു. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഈയിടയ്ക്ക് നിവാബുപ്പയുടെ IPO വന്നു, സാഹിൽജി ഇന്ത്യയുടെ IPO വന്നു. അങ്ങനെ മെഡിക്കൽ സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റോക്കുകളുടെയൊക്കെ ഹൈക്കുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വളരെ വലിയൊരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. ഈ വളർച്ചയെ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമായി മനസ്സിലാക്കാം. ഏതാണ്ട് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് IT മേഖലയുടെ വളർച്ചയും അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് IT ബീസിൽ IT ETFകളിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞ്. അന്ന് ഏതാണ്ട് IT ബീസിന് ഏതാണ്ട് 36 രൂപ വില ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ഇന്ന് നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിന് 50 രൂപയോളം എത്തിയിരിക്കുന്നു IT ബീസിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്. ഏതാണ്ട് 40% വളർച്ചയാണ് നമുക്ക് IT ബീസ് ഇപ്പം കഴിഞ്ഞ 3-4 മാസം കൊണ്ട് തന്നിരിക്കുന്നത്. ശരിക്കും ബാങ്കിലെ FD വെച്ച് നോക്കുവാണെങ്കിൽ ഏതാണ്ട് 7 വർഷം കൊണ്ട് നമുക്ക് കിട്ടേണ്ട റിട്ടേൺ ആണ് ഒരു 4 മാസം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലൊരു റിട്ടേൺ സമീപ ഭാവിയിൽ തന്നെ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സെക്ടറാണ് ഈ പറയുന്ന ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ ഇപ്പോഴേ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത എന്ന് പറയുന്നത്. നമ്മുടെ IT ബീസിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടവർക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രൊഡക്റ്റുകൾ സംബന്ധമായ സംശയങ്ങൾക്കോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.